ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം. വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന തൃശൂരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മനക്കൊടി പുള്ള് മേഖല വീണ്ടും ഉണർന്നു. കൊട്ടവഞ്ചി അടക്കമുള്ള സർവീസുകൾ പുനരാരംഭിച്ചു. വഞ്ചി സർവീസ് നടത്തുന്ന KLDC കനാലിൽ 1/2 കിലോമീറ്റർ ദൂരം 1,00,000-ലധികം രൂപ സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ച് കുളവാഴയും മറ്റും നീക്കം ചെയ്ത് വിനോദസഞ്ചാരികൾക്കായി സൗകര്യമൊരുക്കിയിരിക്കുന്നത് പുള്ളിലെ വഞ്ചിക്കാരൻ ഷാജിയാണ്. പ്രകൃതി രമണീയമാണ് മനക്കൊടി പുള്ള് പാടശേഖരം. അരിമ്പൂർ, ചാഴൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ വിനോദസഞ്ചാര മേഖല. തട്ടുകടയിലെ ഭക്ഷണ വൈവിധ്യങ്ങൾ ആസ്വദിക്കാനും ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം പങ്കിടാനും ആളുകൾ സുഹൃത്തുക്കളുമായും കുടുംബവുമായും ഒഴുകിയെത്തുന്നിടം. തൃപ്പയാറിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എളുപ്പവഴി എന്നതിനാൽ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരും അനവധി. വെള്ളം കയറി റോഡ് അടച്ചതിനെ തുടർന്ന് 2 മാസമായി ഇവിടെ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നില്ല. റോഡിലെ വെള്ളം ഇറങ്ങിയെങ്കിലും KLDCയുടെ കനാലിൽ കുളവാഴ, കരിവാരി, പായൽ എന്നിവ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല. തട്ടുകടകൾ തുറന്നതോടെ സഞ്ചാരികളും എത്തിത്തുടങ്ങി. ഇതോടെ പുള്ളിലെ വഞ്ചിക്കാരൻ എന്നറിയപ്പെടുന്ന പുള്ള സ്വദേശി വന്നേരി വീട്ടിൽ ഷാജി 1,00,000-ലധികം രൂപ സ്വന്തം കയ്യിൽ നിന്ന് ചിലവഴിച്ചാണ് ചാലിലെ തടസ്സങ്ങൾ നീക്കിയത്. ആഴ്ചകൾക്ക് മുൻപ് സമീപത്തുള്ള പാടശേഖരത്ത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളിൽ ഒരാൾ മരിച്ചിരുന്നു. ബാക്കി 3 പേരെ രക്ഷപ്പെടുത്തിയത് ഷാജിയുടെ കൊട്ടവഞ്ചികൾ എടുത്തുപയോഗിച്ചാണ്. വീണ്ടും ഇപ്പോൾ റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നിർത്തിക്കൊണ്ട് പായലെല്ലാം പിടിച്ചിട്ട് ആകെ പ്രശ്നങ്ങളായിരുന്നു. ഏകദേശം നമുക്ക് പായൽ മാറ്റാൻ തന്നെ 52,000 രൂപ ഹിറ്റാച്ചി കൊടുത്തു. 2 ഹിറ്റാച്ചിയും 2 ആളുകളും വഞ്ചിയും വന്നിട്ടാണ് 3 ദിവസം കൊണ്ടാണ് വെളുപ്പാക്കിയത്. അപ്പോൾ റോഡ് മുങ്ങിയതുകൊണ്ടാണ് നമുക്ക് അടയ്ക്കേണ്ടി വന്നത്, അല്ലാതെ വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മാസം അടഞ്ഞെടുക്കുമ്പോഴും ഇവിടെ വഞ്ചികളുള്ളത് കൊണ്ട് ഇവിടെ ഒരു അപകടം എന്ന് പറഞ്ഞു. ഇവിടെ തൊട്ടപ്പുറത്ത് പാറശേഖരത്തിൽ ഒരു 4 കുട്ടികൾ വെള്ളത്തിൽ നീന്താൻ പോയിട്ട്. അപ്പോൾ ഞാൻ പോലും ഇല്ലാണ്ട് ഇവിടെ തട്ടുകടലുണ്ട് ചേട്ടൻ വന്നിട്ട് ഇവിടെ വഞ്ചി എടുത്തുകൊണ്ടായിട്ട് അവർ രക്ഷിച്ചു. നിയമാനുസൃതമായ അംഗീകാരത്തോടു കൂടിയാണ് ഇവിടെ കൊട്ടവഞ്ചികൾ സർവീസ് നടത്തുന്നത്. 6 കൊട്ടവഞ്ചി, 4 പെഡൽ ബോട്ട്, 2 കയാക്കിംഗ് എന്നിവ ഇവിടുത്തെ ജലവിനോദങ്ങളാണ്. 10 പേർ ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ ജോലിയും ചെയ്യുന്നുണ്ട്. ലൈഫ് ജാക്കറ്റുകളും ലൈഫ് ഗാർഡുമാരും വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. തികച്ചും ടൂറിസം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. ഇതൊരു ടൂറിസം മേഖലയാക്കി വികസിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കുറച്ച് കാലങ്ങളായി അതിനാവശ്യമായ ഒരു പദ്ധതി തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ടൂറിസം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം കൂടിയാണ്. ടൂറിസം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എല്ലാ പഞ്ചായത്തുകളിലും ടൂറിസത്തിൻ്റെ സാധ്യതകളുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ കേന്ദ്രങ്ങൾ അതിനാവശ്യമായിട്ടുള്ള സഹായം ഗവൺമെൻറ് നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഒരു ഓഫർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചാഴൂർ പഞ്ചായത്ത് അതിനുവേണ്ടി ശ്രമം നടത്തി. ഗവൺമെൻറ് നമുക്ക് തരുന്ന പൈസയുടെ ഒരു 60% സംഖ്യ ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും 40% സംഖ്യ പഞ്ചായത്തും വഹിച്ചുകൊണ്ട് ഇതിൻ്റെ ടൂറിസത്തിനാവശ്യമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കണമെന്ന് നമ്മൾ അങ്ങനെ തീരുമാനിച്ചു. സംരംഭം ഇതിനോടകം തന്നെ ധാരാളം ആളുകൾ അത് ആസ്വദിക്കുകയും കൊട്ടവഞ്ചി യാത്ര നടത്തിയിട്ടുണ്ട്. കയാക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഇതിനൊക്കെ ശക്തി പകരുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരാശയം ടൂറിസം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും അവരുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ടൂറിസം മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഉദ്യമത്തിൻ്റെ ഭാഗമായി ചാഴൂർ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പുറകിൽ നമ്മുടെ ഭരണസമിതിയുടെ തുടക്കം തൊട്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നതാണ്. സമീപത്ത് തന്നെ ഭക്ഷണ വൈവിധ്യങ്ങൾ നൽകുന്ന 7 തട്ടുകടകളുമുണ്ട്. സായന്തനങ്ങളിൽ ഇളം കാറ്റേറ്റ് ഓളപ്പരപ്പുകളിൽ സഞ്ചരിച്ച് വയറു നിറയെ വ്യത്യസ്ത വിഭവങ്ങൾ ആസ്വദിച്ച് മടങ്ങുകയാണ് ഓരോ സഞ്ചാരിയും ഇവിടെ. അതിനുശേഷം ഇപ്പോൾ റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വീണ്ടും ആ ഒരു കൊതിമുത്ത് വീണ്ടും ഞാനിങ്ങോട്ട് വന്നിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയാണ് ഇത്. ഇതിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് പുള്ളുകാർക്ക്. ഈ പുള്ള് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉള്ളത്. എൻ്റെ വീട് ഈ വടൂക്കരയാണ്. ഇത് നമ്മുടെ ബ്രോയാണ്, ഷാജി ബ്രോ ആണ്. എന്തായാലും ഷാജി ബ്രോ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ഉദ്ഘാടനമാണെന്ന് വന്നപ്പോൾ വീണ്ടും ഞാനൊന്ന് കയറട്ടെ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ജയിൽ സാർ ഇതിൽ കയറണം, ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മെമ്പർ വന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഷാജി ചേട്ടന് എല്ലാവിധ ആശംസകളും. ഈ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇവിടെ വന്ന് കൊട്ടവഞ്ചിയിൽ കയറണം. +1, +2 ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ്, റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ നീറ്റ്, JEE എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ? ഇനി ഒട്ടും പേടിക്കണ്ട. മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട്. അബ്രോഡ് സ്റ്റഡീസിനായി IELTS, OET, PTE, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മാ അക്കാഡമിയിൽ.
We provide excellent library, expert faculties, regular exams, online, offline and hybrid classes with well-furnished digital AC classroom. നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം.